ഒന്നാം ക്ലാസ്സിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ദീനിയാത്ത് വൽ അഖ്ലാഖ് വൽ ഇംലാ എന്ന ഒരു ചോദ്യപേപ്പർ കൂടിയുണ്ട്. ദീനിയാത്ത് എന്നാൽ അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ദീനിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ. അഖ്ലാഖ് എന്നാൽ നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം ഉണ്ടായിത്തീരാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇംലാ എന്നത് കേട്ടെഴുത്താണ്. ഇനി നമുക്ക് ചോദ്യപേപ്പർ നോക്കാം. 100 മാർക്കിനാണ് പരീക്ഷ. ആദ്യം ദീനിയാത്ത് വൽ അഖ്ലാഖ്, അതിൽ നിന്നും 50 മാർക്കിന് ചോദ്യങ്ങൾ വരും. അതിനുശേഷം ഇംലാ, കേട്ടെഴുത്തിൽ നിന്ന് 50 മാർക്കിന് ചോദ്യം വരും. ദീനിയാത്തും അഖ്ലാഖും ഉത്തരം പറഞ്ഞാൽ മതി. എന്നാൽ കേട്ടെഴുത്ത് കുട്ടികൾ ഉസ്താദ് പറയുന്നത് കേട്ട് എഴുതുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ദീനിയാത്തിൽ നിന്നും അഖ്ലാഖിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ആരാധനയ്ക്ക് അർഹൻ ആരാകുന്നു? അതിൻ്റെ ഉത്തരം അല്ലാഹു. അതുപോലെ നമ്മെ പടച്ചവൻ ആരാകുന്നു? അല്ലാഹു. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഏത് ചോദ്യവും, അതിൽ നിന്നുള്ള പഠിച്ച ഭാഗത്ത് നിന്നുള്ള ഏത് ചോദ്യവും ചോദിക്കാം. രണ്ടാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ആരാണ്? രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ആരാണ്? അതിൻ്റെ ഉത്തരം ആമിന ബീവി. ഉത്തരം ആമിന ബീവി. നബി തങ്ങളുടെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ ഉപ്പ ആരാണ്? അതിൻ്റെ ഉത്തരം അബ്ദുള്ള. എങ്ങനെ നബി തങ്ങളെക്കുറിച്ചുള്ള ഏത് ചോദ്യവും, പഠിച്ച ഭാഗത്തു നിന്നുള്ള ഏത് ചോദ്യവും ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 7 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യത്തിനും 7 മാർക്കാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നമ്മുടെ നബിയുടെ പേര് എന്താണ്? അതിൻ്റെ ഉത്തരം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയും പറയാം, അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പഠിക്കാനുള്ളത്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക് ലഭിക്കും. ഇനി നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എത്രാം വയസ്സിൽ? അതിൻ്റെ ഉത്തരം 63 വയസ്സിൽ. അതിന് 8 മാർക്കാണ്. അതുപോലെ മറ്റൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് എത്രാം വയസ്സിൽ? അതിൻ്റെ ഉത്തരം 40 വയസ്സിൽ. 40 വയസ്സിലാണ് നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചത്. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. 10 മാസം നമ്മെ ഗർഭം ധരിച്ച് പ്രസവിച്ചത് ആരാണ്? അതിൻ്റെ ഉത്തരം ഉമ്മ. അതിന് 8 മാർക്കാണ്. ശരിയായ ഉത്തരം പറഞ്ഞാൽ 8 മാർക്ക് ലഭിക്കും. 10 മാസം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചത് ആരാണ്? ഉത്തരം ഉമ്മ. അടുത്ത ചോദ്യം, ആറാമത്തെ, നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്തു ചൊല്ലണം? നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്തു ചൊല്ലണം? അതിൻ്റെ ഉത്തരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഉത്തരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് 10 മാർക്കാണ്. അത് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്ക് ലഭിക്കും. ഇനി അതുപോലെ തന്നെ അതിൽ വരാവുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് മരുന്ന് വാങ്ങിത്തരുന്നത് ആരാണ്? അതിൻ്റെ ഉത്തരം ഉപ്പ. നമുക്ക് വസ്ത്രം വാങ്ങിത്തരുന്നത് ആരാണ്? അതിൻ്റെ ഉത്തരം ഉപ്പ. അതുപോലെ ചോദിക്കാം, ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചൊല്ലണം? അതിൻ്റെ ഉത്തരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? അതിൻ്റെ ഉത്തരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം? അതിൻ്റെ ഉത്തരം അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, നാം സലാം പറയേണ്ടത് എങ്ങനെ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സലാം മടക്കേണ്ടത് എങ്ങനെ? അതിൻ്റെ ഉത്തരം വ അലൈക്കുമുസ്സലാം. വ അലൈക്കുമുസ്സലാം. മറ്റൊരു ചോദ്യമാണ്, ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും നാം എന്തു പറയണം? അതിൻ്റെ ഉത്തരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദീനിയാത്ത് അഖ്ലാഖ് എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് 5 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ളതാണ്. രണ്ടാമത്തെ പാഠം അള്ളാഹുവിനെ കുറിച്ചുള്ളതാണ്. മൂന്നാമത്തെ ഉമ്മ. നാലാമത്തെ ഉപ്പ. അഞ്ചാമത്തെ ഉസ്താദ്. ഈ 5 പാഠങ്ങളും നന്നായി പഠിക്കാം. ഇനി അടുത്തത് നോക്കൂ, അൽ ഇംലാ, കേട്ടെഴുത്ത്. കേട്ടെഴുത്ത് ഓരോ വാക്കുകളും ഉസ്താദ് പറയും. ആ വാക്കുകൾ തെറ്റില്ലാതെ എഴുതണം. ഒന്നാമത്തെ നോക്കൂ, ലുഹ്റുൻ. ലുഹ്റുൻ. അതിൽ 3 അക്ഷരങ്ങളുണ്ട്. ആ 3 അക്ഷരങ്ങളും അതിനുള്ള ഹറക്കത്തുകളും തെറ്റില്ലാതെ എഴുതിയാൽ 6 മാർക്ക് ലഭിക്കും. ഓരോ അക്ഷരത്തിനും 2 മാർക്ക്. തെറ്റില്ലാതെ എഴുതിയാൽ 6 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ നോക്കൂ, ദനബുൻ. അതിൽ ദാലിന് പുള്ളിയിട്ടിട്ടാണ് ദാല്. ദനബുൻ. 3 അക്ഷരങ്ങളുണ്ട്, 6 മാർക്കാണ്. ശരിയായി എഴുതിയാൽ 6 മാർക്ക് ലഭിക്കും. ഒരക്ഷരം തെറ്റിയാൽ 4 മാർക്ക് ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, അബീ. അബീ എന്നതിൽ 3 അക്ഷരങ്ങളുണ്ട്. അതിൽ 6 മാർക്കാണ്. നാലാമത്തെ ഫുൽഫുലുൻ. ഫുൽഫുലുൻ എന്നതിൽ 4 അക്ഷരങ്ങളുണ്ട്. 8 മാർക്കാണ്. ശരിയായി എഴുതിയാൽ 8 മാർക്ക് ലഭിക്കും. അതിന് അക്ഷരങ്ങൾക്ക് പുള്ളി, ഫത്തഹ്, ലമ്മ്, ഇതൊക്കെ സുക്കൂൻ ഏതാണെങ്കിലും ശരിയായി ഇട്ട് കഴിഞ്ഞാൽ അതിന് 8 മാർക്ക് ലഭിക്കും. അഞ്ചാമത്തെ ബൂമുൻ. ബൂമുൻ എന്നതിന് 6 മാർക്കാണ്. ആ 3 അക്ഷരങ്ങളും അവയുടെ ഹർക്കത്തുകളും ശരിയായിട്ടാൽ 6 മാർക്ക് ലഭിക്കും. ആറാമത്തെ നോക്കൂ, ഇബ്രാഹീമു. ഇബ്രാഹീമു എന്നതിൽ 7 അക്ഷരങ്ങളുണ്ട്. തെറ്റില്ലാതെ എഴുതണം. റായിനെ നീട്ടാൻ, റായിന് ഫത്തഹാണ്, അതിനെ നീട്ടാൻ അലിഫുണ്ട്. അതുപോലെ തന്നെ ഹാഇന് കസറാണ്, അതിനെ നീട്ടാൻ യാ ഉണ്ട്. അതൊക്കെ ശരിയായി എഴുതണം. 14 മാർക്കാണ്. അടുത്തത് നോക്കൂ, ഏഴാമത്തെ ഹംസ്. ഹംസ് എഴുതി കഴിഞ്ഞാൽ 4 മാർക്കാണ്. ഈ കേട്ടെഴുത്ത് എഴുതുന്ന സമയത്ത് കുട്ടികൾ നന്നായി ശ്രദ്ധിച്ച് എഴുതി കഴിഞ്ഞാൽ കേട്ടെഴുത്തിൻ്റെ 50 മാർക്കും ലഭിക്കും. ഇതിൽ ഓരോന്നും ഓരോ അക്ഷരത്തിനും ആ കുട്ടിക്ക് അക്ഷരത്തിനെ പറ്റിയും അതിൻ്റെ നീട്ടാനുള്ളത് വരുമ്പോൾ അലിഫാണോ യാ ആണോ വാവാണോ നീട്ടാൻ എഴുതേണ്ടത് അതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ശരിയായിട്ട് എഴുതാൻ കഴിയൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.